നടിയെ ആക്രമിച്ച കേസിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷനിൽ വരാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ബിക്കോസ് ഞാൻ എത്ര വലിയ ലെങ്തി വീഡിയോ ഇട്ടാലും യു ഗൈസ് ആർ ഇൻട്രാക്ടിങ് ടു ഇറ്റ്. കമൻറ്റ് ബോക്സിൽ ഞാൻ കാണാത്തതും ഞാൻ ഊഹിക്കാത്തതും ഞാൻ ചിന്തിക്കാത്തതുമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് വരെ പറഞ്ഞ് എന്നെ കറക്റ്റ് ചെയ്ത് എനിക്ക് പുതിയ ക്ലൂകൾ ഇട്ട് തരുന്ന എൻ്റെ ഡിയർ വ്യൂവേഴ്സിനോട് താങ്ക് യു. അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഇതിനകത്ത് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയെക്കുറിച്ച് ഇന്നലെ ഭയങ്കരമായിട്ട് ചാനലുകളിലൊക്കെ ഇങ്ങനെ എഴുതി കാണിച്ച് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസൊക്കെ ഉണ്ടായിരുന്നു. ആരാണ് ശ്രീലക്ഷ്മി പൾസർ സുനിയും തമ്മിൽ എന്ത്, മാഡം ശ്രീലക്ഷ്മിയാണോ എന്നൊക്കെ. ആക്ച്വലി ഈ ശ്രീലക്ഷ്മി എന്ന് പേരുള്ള ആ ഒരു വ്യക്തിയുമായിട്ട് പൾസർ സുനിയെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ഇൻസിഡൻസ് നടന്ന ആ ഇയേഴ്സിൽ തന്നെ ഒരു വോയിസ് ക്ലിപ്പ്, ഈ ശ്രീലക്ഷ്മി എന്ന് പേരന്ന് പറഞ്ഞിട്ടില്ല, പൾസർ സുനിയുടെ സുഹൃത്ത് എന്ന പേരിൽ ഒരു വോയിസ് ക്ലിപ്പ് അന്ന് പീപ്പിൾ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഇതിൽ പറഞ്ഞത് പൾസർ സുനീസ് ഗേൾ ഫ്രണ്ട്സ് ടെലിഫോണിക് കോൺവെർസേഷൻ വിത്ത് അനദർ ഫ്രണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ശ്രീലക്ഷ്മി ആയിരുന്നില്ല അന്ന് പേരിങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ അന്നത്തെ ആ ഫോൺ കോളിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിനോട്. അതായത് പൾസർ സുനി ഈ ഒരു നടിയെ ആക്രമിക്കുന്ന ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ സ്ത്രീയോട് ഇതിനെക്കുറിച്ചല്ല പറഞ്ഞത്, പക്ഷേ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകാമെന്നുള്ളൊരു ക്ലൂ ഇട്ട് കൊടുത്ത് പോയി എന്നുള്ളൊരു ടെലിഫോണിക് സംഭാഷണം എയറിലുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ വിധിന്യായം പുറത്തു വന്നു, അതിൻ്റെ പകർപ്പുകളൊക്കെ എല്ലാവരെയും കിട്ടി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇത് വായിച്ച് ഇതിൻ്റെ ഓരോ പോയിൻ്റ് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്താണ് കോടതി ചോദിച്ചൊരു ചോദ്യം, ഈ ശ്രീലക്ഷ്മിയുടെ കൺഫെഷൻ എവിടെ, ഇവരെ നിങ്ങൾ സാക്ഷിയാക്കിയിട്ടുണ്ടോ, ഇവരുടെ മൊഴിയെടുത്തത് എവിടെ, ഇവരുടെ ഡീറ്റെയിലിംഗ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒരു തേങ്ങാ പിണ്ണാക്കും ഇവിടെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നോ പോലീസുകാരുടെ ഭാഗത്തുനിന്നോ കൊടുക്കാനില്ല. ഓക്കെ, ജസ്റ്റ് ഉണ്ട് ഒരു ലേഡി, അത് ശ്രീലക്ഷ്മിയാണ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം എന്താണെങ്കിലും നമുക്ക് ഈ വിഷയത്തിൽ അന്ന് വന്ന ആ ഒരു കോള്, ഓക്കെ, ഈ പൾസർ സുനി വിളിച്ചതിന് ശേഷം ദ സോ കോൾഡ് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പൾസർ സുനിയുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ച ആ ക്ലിപ്പ് ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഹലോ ചേച്ചി. ഹലോ ചേച്ചി, ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി? ഞാനത് കണ്ടു. ഞാൻ അതിന്റെ പിന്നാലെ എന്താ ഏതാന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. ന്യൂസൊക്കെ വേറെ രീതിയിലാണല്ലോ പറയുന്നത്. ആണ് സംഭവം. ഞാനും കണ്ടു. ഞാനും ഈ സാധനം ഇങ്ങനെ കണ്ടുള്ളൂ. എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്ട് ഇല്ലാന്നുള്ള ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നാട്ടക്കേസാണ്, അല്ലാതെ സാധാ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോ ഇത് നമ്മൾ ഇതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാട്ടക്കേസ്. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു, ആലുവയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടും ഇല്ല. എന്റെ അടുത്ത് ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് ഏതാ എന്താന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഞാൻ വിളിക്കില്ല അങ്ങനെ. കാരണം ഇതെന്തായാലും വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. പക്ഷെ അറിയില്ലാണ്ട് പുൽവാലകളിൽ ചെന്ന് ചാടരുത്. അല്ല, ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും തന്നെ സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നൊന്നും ഉരുപ്പ് പോരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ്. എങ്ങനെ കോണ്ടാക്ട് അറിയില്ല. നീ അതിനെന്തായാലും ശ്രമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങിയിരിക്കോ. നമ്മൾ നിനക്ക് ആവശ്യക്കൂടുതൽ പ്രശ്നമുണ്ടേ. ആവശ്യമില്ലാത്തതിലൊന്നും നിൽക്കണ്ട. ഇനി നിനക്ക് അടുത്ത വല്ല സാധനം വീട്ടുകാർ തരാൻ നിൽക്കണ്ട. നിന്റെ കാര്യങ്ങൾ നോക്കി നീ എന്താ പറയാ, നിന്റെ ഇതുമായിട്ട് നിനക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, നീ ഇതുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ വളരെ എന്താ പറയാ ക്വയറ്റായിട്ട് അവിടെ നിൽക്കുക. മനസ്സിലായി? ഫുള്ളായിട്ട് വിട്ടു എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. കാരണം ഇത് പെട്ടെന്നൊന്നും ഊരിപ്പോരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിനക്ക് സമയം എന്തായാലും വേണ്ടി വരും. ഞാനിപ്പോ ഞാൻ പോലും അതുകൊണ്ട് ഒരു വിധത്തിൽ കുഴപ്പം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത്, ഒരു വിധത്തിൽ നീ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. എന്ത് വന്നാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ അതുകൊണ്ട് എന്താണെന്നുള്ളത് ഇപ്പൊ തൽക്കാലം അത് എന്താ ഏതാണെന്ന് ഒന്നും അന്വേഷിക്കാൻ ഒന്നും നിൽക്കേണ്ട. കുഴപ്പമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുക, അത്രയും ചെയ്യാൻ.
കേട്ടാ. പൾസർ സുനിയുടെ സുഹൃത്ത് എന്ന പേരിൽ ഒരു സ്ത്രീയുടെ വോയിസ് ആണ് അന്ന് പീപ്പിൾ ടി വി പുറത്തുവിട്ടുണ്ടായിരുന്നത്. എഗെയിൻ ഞാനിപ്പോൾ നോക്കുമ്പോൾ മീഡിയ വൺ, ഓക്കെ, ഇതേ വോയിസ് പൾസർ സുനി ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു സാധനം എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ വയ്ക്കുന്നുണ്ട്. ശ്രീലക്ഷ്മിയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞ അപ്പുറത്തെ സൈഡിലൊരു ഫോൺ കോളും വെച്ചിട്ട് നടിയെ ആക്രമിച്ച കേസ് എന്ന് പറഞ്ഞിട്ട് സുനി ഇന്നലെ വിളിച്ചിരുന്നു, ആലുവയിലുണ്ട്, ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞത്. സെയിം വോയിസ്, ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറഞ്ഞത് ഗേൾ ഫ്രണ്ട് എന്നാണ് പീപ്പിളിൽ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ പറഞ്ഞത് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ലേഡി ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പം ഞാനിങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാര്യം ശ്രദ്ധിച്ചത്, ന്യൂസ് ചാനലുകളിൽ പെട്ടെന്ന് ഈ ശ്രീലക്ഷ്മിയുടെ ഹസ്ബൻഡ് വരിക. ഓക്കെ, പറയാൻ പറ്റില്ല, ഇപ്പോൾ റീസെൻ്റ്ലി ചിലപ്പോൾ അവർ കല്യാണം കഴിച്ചതാവാം, ആ ടൈമിൽ ചിലപ്പോൾ അവർ പൾസർ സുനി ഇവരിപ്പോൾ കല്യാണം കഴിച്ച് ഹസ്ബൻഡ് വന്നതായിരിക്കും. ആ ടൈമിൽ ചിലപ്പോൾ പൾസർ സുനിയായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, ഫ്രണ്ട്സ്. അപ്പം അറിയില്ല, ന്യൂസ് ചാനലിൽ ഇവരുടെ ഭർത്താവ് വന്നിട്ട് കുറച്ച് ബൈറ്റ് കൊടുക്കുന്നുണ്ട്, അതൊന്ന് കാണാം. അതെ, ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നമുക്കറിയാവുന്ന വിവരങ്ങളും ഫോണും അതിന്റെ സിം കാർഡ് ഉൾപ്പെടെ ആദ്യമേ തന്നെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് റോളൊന്നും ഇല്ലാന്ന് അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളെ പിന്നെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തത്. എന്നിട്ടും നമ്മൾ 2-3 പ്രാവശ്യം വീണ്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നേരൊക്കെ നമ്മൾ സഹകരിച്ചിട്ടുമുണ്ട്. ഇതിനകത്ത് എന്താ പൾസർ സുനി എങ്ങനെയായിരുന്നു പരിചയം? ഇത് പരിചയം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പുള്ളി പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പുള്ളിക്കാരി ക്യൂരിയോസിറ്റിയുടെ പുറത്ത് 2-3 പ്രാവശ്യം വിളിച്ചു, അങ്ങനെയൊക്കെ ആയതാണ്. എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താ അറിയോ, ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തി അന്ന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ ലേഡീൻ്റെ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. എഗെയിൻ ഞാനത് പറയുന്നു, ഇയാളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് ആ ടൈമിൽ പൾസർ സുനി ഈ ലേഡി നമ്മൾ അത്യാവശ്യം ബന്ധമുണ്ടെങ്കിൽ മാത്രമല്ല, ഇപ്പം നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അത്രയും അടുത്ത ബന്ധമുള്ള ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്നവരോടോ ആയിരിക്കും നമ്മളൊരു കാര്യത്തിന് പോകുക എന്നുള്ളത് നമ്മൾ പറയാം. ഇത് എന്ത് കാര്യം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആ ലേഡി ആ വോയിസിൽ പറയുന്നത്. ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാണ് പ്രാർത്ഥിക്കുന്നത്. ഇതാണോ നല്ല കാര്യം സുനിയുടെ ടേംസിൽ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ലല്ലോ. കുറച്ച് കാശ് കിട്ടുന്ന കാര്യമാണെങ്കിൽ ചിലപ്പോൾ സുനിക്ക് നല്ല കാര്യമാവും, അങ്ങനെയാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാണ്, പ്രാർത്ഥിക്കണം എന്ന് ഇയാളുടെ ഭാര്യയോട് പൾസർ സുനി പറഞ്ഞിട്ട് പോകുന്നു. ബസ്സിൽ ഡ്രൈവറായിട്ടിരിക്കുമ്പോൾ പൾസർ സുനി ആയിട്ടുള്ള ഒരു ബന്ധമാണിത് എന്നാണ് ഇങ്ങേര് പറയുന്നത് ഭാര്യയ്ക്ക്. ഓക്കെ, ഒരു ക്യൂരിയോസിറ്റീൻ്റെ മുകളിൽ വിളിച്ചു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ക്ലെയിം. ഫൈൻ, ക്യൂരിയോസിറ്റിയുടെ മുകളിൽ 17 ഫെബ്രുവരി 2017 6 കോള് ഈ ലേഡി പൾസർ സുനിനെ വിളിച്ചിട്ടുണ്ട്, 7 മെസ്സേജ് അയച്ചിട്ടുണ്ട് ക്യൂരിയോസിറ്റീൻ്റെ മുകളിൽ. ഓക്കെ, അത് തന്നെ 9 മണി കഴിഞ്ഞ് ഏകദേശം 10 മണിയോട് അടുപ്പിച്ചിട്ട് ഇവരുടെ കോളും മെസ്സേജും അടക്കം കുറേ കാര്യങ്ങൾ പൾസർ സുനിക്ക് റിസീവ് ആയിട്ടുണ്ട്. അതായത് ഈ പോലീസ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നത്, ഈ നടി ആക്രമിക്കപ്പെട്ട് ഈ വിഷ്വൽസ് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുള്ളത് 10:03 ശേഷമുള്ള ഒരു ടൈമാണ്. 10:03 11 ഇടയ്ക്കുള്ള ഒരു ടൈമാണ്. ആ ടൈമിൻ്റെ തൊട്ട് മുമ്പ് വരെ ഈ ലേഡിയുടെ ഫോണിൽ നിന്ന് പൾസർ സുനിക്ക് കോള് പോയിട്ടുണ്ട്. ഇനി ഈ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞതിന് ശേഷവും പൾസർ സുനിയുടെ ഫോണിൽ നിന്ന് ഈ ലേഡിക്ക് കോള് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടെത്തൽ. ഓക്കെ, അപ്പം ഈ ലേഡി എന്ന് പറഞ്ഞൊരു വൈറ്റൽ പോയിൻ്റാണ്. ഈ ലേഡിയെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഈ ലേഡിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഈ ലേഡിയെ അറ്റ്ലീസ്റ്റ് സാക്ഷിയാക്കി വെക്കുക എന്നുള്ളതെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവർ ചെയ്തിട്ടില്ല. വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമില്ല. എന്നാൽ ഇവരുടെ ഒരു ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ഫോണ് കൊണ്ടുപോയി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരുന്നു കാര്യങ്ങളിൽ. പക്ഷേ അതൊന്നും കോടതിയിൽ എത്തിയിട്ടില്ല. കോടതിയിൽ എവിടെ ഈ ശ്രീലക്ഷ്മി ആരാണ്, നിങ്ങൾ ഈ റെഫർ ചെയ്ത ലേഡി ആരാന്ന് ചോദിച്ചപ്പോൾ ആ ലേഡീനെ കുറിച്ചുള്ള ഒരു വേറെ ബോട്ട്സും പ്രോസിക്യൂഷന് പറയാനുണ്ടായില്ല, പോലീസുകാർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയിലും അവർ ഏകദേശം രാത്രി സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കറിയായിരുന്നു. ആളെ പറ്റി നമുക്ക് ഒരുപാട് ധാരണയൊന്നും ഇല്ല. ആള് അവിടെ ബസ്സിൽ കണ്ട് പരിചയമുണ്ട്, ഇത്രയേ ഉള്ളൂ. ഫോൺ എത്ര ദിവസം പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നു നിങ്ങളുടെ? ഫോൺ നമ്മൾ തിരിച്ചു മേടിച്ചിട്ടേ ഇല്ല. നിലവിൽ കോടതി അങ്ങനെ ഒരു പേരുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല എന്നതാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളെ നിരന്തരം വിളിക്കുകയായിരുന്നു, പക്ഷേ ആ സമയത്ത് പോലും വിളിച്ചിരുന്നു. അതിൽ കാര്യമായിട്ടൊരു അന്വേഷണം പോലീസ് നടത്തിയതിന്റെ ഒരു രേഖകളൊന്നും കോടതിയിൽ കൊടുത്തിട്ടില്ല. ഇനി അന്വേഷണം നടത്തിയിട്ടില്ല, അതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്.
നമുക്കതിനകത്ത് ഒരു റോളും ഇല്ലാന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം. കാരണം എല്ലാം നമ്മൾ ഫോണും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫോണും എല്ലാം അവരുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ വന്നത്. എല്ലാവിധത്തിലുള്ള അന്വേഷണവുമായിട്ട് അന്ന് തന്നെ സഹകരിച്ചു എന്നാണ് ശ്രീലക്ഷ്മിയുടെ കുടുംബം പറയുന്നത്. അന്ന് തന്നെ പോലീസ് ഫോൺ അടക്കം പിടിച്ചെടുത്തിരുന്നു. ആ ഫോൺ ഇപ്പോഴും തിരിച്ചു കൊടുത്തിട്ടും ഇല്ല, അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോഴും ഈ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എന്താണ് കോടതിയിൽ എത്താത്തത് എന്നതാണ് ഇപ്പോഴും ഉള്ള ഒരു സംശയം. അങ്ങനെയാണ് ഈ കേസിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ വിധിന്യായം, ഇതിൻ്റെ വിധി പകർപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും ജസ്റ്റ് ക്ലെയിം ചെയ്ത് പോയിട്ടുള്ളൂ. ഒന്നിനും ഒരു എവിഡൻസും ഒരു പ്രൂഫും ഹാജരാക്കാൻ പ്രോസിക്യൂഷനെ കൊണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ടോ സാധിച്ചിട്ടില്ല. ബാലരമയിൽ കാണുന്ന മായാവി കഥ പോലെ കുറേ കാര്യങ്ങൾ കഥ പോലെ പറഞ്ഞു പോയിട്ടുണ്ട്. അതിനപ്പുറം ഇവർക്ക് ഒരു രീതിയിലും ദിലീപിനെയും പൾസർ സുനിനെയും കണക്ട് ചെയ്ത് ഗൂഢാലോചന എന്ന് പറഞ്ഞ് അവർ പറയുന്ന കോൺസ്പിറസി സിദ്ധാന്തം അവർക്ക് തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മെറ്റീരിയൽ എവിഡൻസും ഹാജരാക്കാൻ പറ്റാതെ പിന്നെ ദിലീപിനെ വെറുതെ വിട്ടതിന് ശേഷം കോടതി ചതിച്ച് ബാക്കിയുള്ളവർ ചതിച്ച് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എവിഡൻസ് വെക്കാൻ പറ്റണ്ടേ? ഇപ്പം ഈ കുറേ ഇരയ്ക്ക് ഒപ്പം നിൽക്കുന്ന സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിട്ടാണോ ഇല്ലായിട്ടാണോ എന്നറിയില്ല. ഇവിടെ ഒരു ലോജിക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടത്, കൃത്യമായ പ്രൂഫുകൾ, കൃത്യമായ എവിഡൻസുകൾ, മൊഴികൾ എല്ലാം കോടതിയിൽ എത്തിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ അത് ഹൈക്കോടതിയിൽ പോകുന്നുണ്ട്, അതിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് എവിടെ പോയാലും ഞാനിപ്പോൾ കാണുന്നത് എന്താ പറയുക, എനിക്ക് ഇന്നത്തോടുകൂടി ഞാൻ ഇന്ന് കുറേ കാര്യങ്ങളിലൂടെ പോയത് നോക്കിയോടുകൂടി എനിക്ക് ഒരു കാര്യം കൃത്യമായിട്ട് കിട്ടി. ഇവിടുന്ന് ഈ വന്ന വിധിക്ക് മുകളിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി പൾസർ സുനിയും ബാക്കി ടീമും വെറുതെ അവരുടെ ഈ പറഞ്ഞ സെൻറ്റൻസ് വരെ ചിലപ്പോൾ കട്ട് ചെയ്ത് കുറച്ച്, അല്ലെങ്കിൽ അവർ വരെ ചിലപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കാനുള്ള സാധ്യതയിൽ ഈ കേസ് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയുള്ളൂ. ബിക്കോസ് ആ രീതിയിലാണ് ഇതിൻ്റെ അന്വേഷണം അന്വേഷിച്ച് വെച്ചിട്ടുള്ളത്. ഇത് എവിടെ കൊണ്ടായാലും ഇത് ദിലീപ് ഇറങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എനിക്കെതിരെ നടന്ന ഗൂഢാലോചനകൾ, അത് ചിലപ്പോൾ തെളിയിക്കാൻ മാത്രം ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. മറ്റത് തെളിയിക്കാൻ ഭയങ്കര പാടാണ് ഇതിനകത്ത്. പാടെന്നല്ല, ലിറ്ററലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഇതിലൊരു മോതിരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എഗെയിൻ മോതിരം വിഷ്വൽ എടുത്തു, മോതിരം കാണിക്കണം, മോതിരം കാണിച്ചു. ഏത് മോതിരം? ഇതിൽ ഇരയുടെ എൻഗേജ്മെൻറ്റ് കഴിയുന്നതിൻ്റെ മാർച്ചിലാണ്, ഇത് നടക്കുന്നത് ഫെബ്രുവരിയിൽ. അപ്പോൾ എന്ത് മോതിരത്തിനെ കുറിച്ചാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആൻഡ് ഇര പറഞ്ഞ സമയത്ത് ഈ മോതിരത്തിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പോലീസ് വേർഷനിലൊരു മോതിരം ഉണ്ട് എന്ന് പറയുന്നു. ഏത് വിഷ്വലിനകത്ത് ഏത് മോതിരം? എഗെയിൻ ചോദ്യമാണ്. അതിനെക്കുറിച്ചും ഈ പറഞ്ഞ പോലെ ക്ലിയർ കട്ട് ക്ലാരിറ്റി ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായല്ലോ? പിന്നെ എഗെയിൻ ഈ ഗുണ്ടാപ്പണിക്ക് പോകുന്ന ഗുണ്ട പൾസർ സുനിക്ക് 650 രൂപ ദിലീപ് കൊടുത്തു എന്നുള്ളൊരു ക്ലെയിം പോലീസുകാർ കൊടുക്കുന്നു. എഴുതി വെച്ച സ്ലിപ്പിൽ ഗുണ്ട പൾസർ സുനി എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സിനിമാ സെറ്റിൽ നടന്ന ചെറിയ കശപിശ ഒത്തുതീർപ്പാക്കിയതിൻ്റെ വകയിൽ ഗുണ്ട പൾസർ സുനിക്ക് പൈസ, ഒരു സ്ലിപ്പിൽ ഗുണ്ട എന്ന് എഴുതിച്ചോടുകൂടി പൾസർ സുനി ഇയാളുടെ ഗുണ്ടയായി. ഇതൊന്നും അല്ല, ഇനി വേറൊരു കാര്യം പറയാനുണ്ട്. ഇതിൽ ഒരു അബാദ് പ്ലാസയിലെ മുറിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതായത് ദിലീപ് സമ്മതിച്ചു, ദിലീപിൻ്റെ മൊഴിയിൽ ദിലീപ് സമ്മതിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗൂഢാലോചന നടന്നത് അബാദ് പ്ലാസയിലെ 410 നമ്പർ മുറിയിൽ വെച്ചാണെന്ന് ദിലീപ് സമ്മതിച്ചു എന്നുള്ളൊരു വേർഷൻ ഇതിനകത്ത് പോലീസുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും അടിമുടി പൊളിഞ്ഞു വീഴുന്ന ഒരു വേർഷനായിപ്പോയി. ആ ഗൂഢാലോചന 7 വാദങ്ങളായിട്ടാണ് കോടതി ഉന്നയിച്ചത്. അതായത് 7 സ്ഥലങ്ങളിൽ ഈ ഗൂഢാലോചനയ്ക്കൊപ്പം തന്നെ പണം കൈമാറലുമുണ്ട് കേട്ടോ. അതിനകത്ത് 2 പണം കൈമാറലാണ്, ബാക്കി 5 ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. 5 തവണ നേരിട്ട് ഈ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ദിലീപും പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തി. 2 അത് ഒരിടത്ത് ദിലീപ് പൾസർ സുനിക്ക് പണം നൽകി, മറ്റൊരിടത്ത് നാദിർ ഷാ പൾസർ സുനിക്ക് പണം നൽകി. ഇങ്ങനെ 7 സ്ഥലങ്ങളാണ് കൃത്യമായിട്ട് കണ്ടെത്തി അവിടെ സാക്ഷികളെ നിരത്തി പ്രോസിക്യൂഷൻ വാദിച്ചത്. പോലീസിന്റെ കണ്ടെത്തലുകളും അങ്ങനെയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൾസർ സുനിയുമായിട്ട് ദിലീപിന് ബന്ധമുണ്ട്, അതായത് ഇവർ തമ്മിൽ പരിചയമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി പോലീസ് കണ്ടെത്തി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത് 2013 വർഷത്തിൽ
തുടക്കത്തിൽ ജനുവരി അവസാനവും ഫെബ്രുവരി ആദ്യവും ആലപ്പുഴയിൽ നടന്ന സൗണ്ട് തോമ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഇവിടെ വെച്ചാണ് പൾസർ സുനിയും ദിലീപുമായിട്ടുള്ള ബന്ധം വരുന്നത്. അതെങ്ങനെ ഇവർ തമ്മിൽ ഇത്ര അടുത്ത ബന്ധമുണ്ടായി എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പോലീസ് കണ്ടെത്തി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത് ആ സിനിമയുടെ സെറ്റിൽ വെച്ച് പൾസർ സുനി ചില തർക്കങ്ങൾ പരിഹരിച്ചു. അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചില ആളുകൾ വന്ന് പ്രശ്നമുണ്ടാക്കി. ഈ സൗണ്ട് തോമയുടെ കുട്ടനാട്ടിലെ സെറ്റിൽ ചില ആളുകൾ വന്ന് ലോക്കൽസായ കുറേ ആളുകൾ വന്ന് പ്രശ്നമുണ്ടാക്കി. പക്ഷേ അവിടെ പൾസർ സുനി അവരെ നേരിട്ടു. അങ്ങനെ ആ പ്രശ്നം ഒതുക്കി. അങ്ങനെ ഈ പൾസർ സുനിയെ ദിലീപിന് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഇവർ തമ്മിലുള്ള ആ ബന്ധം തുടർന്നു. കൊള്ളാമല്ലോ ഈ പൾസർ സുനി, ഇയാളെ കൂടെ നിർത്തുന്നത് നന്നായിരിക്കും എന്നുള്ള ഒരു ബോധ്യം ദിലീപിനുണ്ടായി. അങ്ങനെ പൾസർ സുനിയുമായിട്ട് സംസാരിച്ചു. പിന്നെ കൂടെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. അവർ തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടാകുന്നു. ഇതായിരുന്നു പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം തുടങ്ങിയത് എങ്ങനെയെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി പോലീസ് കണ്ടെത്തി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ശരിയായിരുന്നു. സൗണ്ട് തോമയുടെ സെറ്റിൽ, സൗണ്ട് തോമ സിനിമയുടെ സെറ്റിൽ മുകേഷിന്റെ ഡ്രൈവറായിട്ട് പൾസർ സുനി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസ് വാദിച്ചു. പക്ഷേ അവിടെ മുകേഷ് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഇങ്ങനെയൊരാൾ, പൾസർ സുനി എന്നുള്ള ഒരാൾ എൻ്റെ ഡ്രൈവറായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ സിനിമയുടെ സെറ്റിൽ എന്നെ കൊണ്ടുവന്നത് മറ്റൊരാളാണെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം അത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വണ്ടിയായിരുന്നു, എൻ്റെ കാർ അല്ല ഞാൻ ഉപയോഗിച്ചത് എന്നാണ് മുകേഷ് പറഞ്ഞത്. പിന്നെ ഈ സുനിയെ എനിക്ക് ഓർമ്മയില്ല എന്നും മൊഴി നൽകി. അതോടുകൂടി തന്നെ പോലീസിൻ്റെ ഒരു വാദം പൊളിയുകയായിരുന്നു, പ്രോസിക്യൂഷൻ്റെ വാദം പൊളിയുകയായിരുന്നു എന്ന് കോടതി പറയുന്നു. അതേസമയത്ത് തന്നെ കോടതി പറഞ്ഞ കാര്യം, ഈ പറയുന്ന അവിടെ ഒരു തർക്കം നടന്നു എന്നുള്ള കാര്യം, ആ തർക്കം നടന്നു എന്നുള്ള കാര്യവും അതിൽ പൾസർ സുനി ഇടപെട്ട് പരിഹരിച്ചു. അങ്ങനെ ദിലീപിന് അത് ഇഷ്ടമായി എന്നുള്ള കാര്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ചില വൗച്ചറുകൾ, ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഓരോ ആൾക്കും നൽകിയ വൗച്ചറുകൾ ഉണ്ടല്ലോ, ഈ എന്തെങ്കിലും ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നൽകുന്ന വൗച്ചർ, അതെല്ലാം പണം നൽകിയതിൻ്റെ വൗച്ചർ, അതിൽ ഒന്ന് ഹാജരാക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ചെയ്തത്. അബാദ് പ്ലാസയിൽ നടന്ന ഗൂഢാലോചന, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. 410 നമ്പർ മുറി എന്നുള്ളത്. അതായത് ഈ സൗണ്ട് തോമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാണ് മഴവിൽ അഴക് അമ്മ എന്നുള്ള ഷോയുടെ റിഹേഴ്സൽ അബാദ് പ്ലാസയിൽ നടന്നത്. ആ സമയത്താണ് നിർണായകമായ കൂടിക്കാഴ്ച നടന്നത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. 410 നമ്പർ മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തുകയും 1.5 കോടി രൂപ പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു ഈ കൊട്ടേഷന് വേണ്ടി എന്നുള്ളതാണ്. അത് നടന്നത് 2013, ആ വർഷവും കൂടി ഓർക്കണം, 2013 മാർച്ച് 28-നും ഏപ്രിൽ 2-നും ഇടയ്ക്കുള്ള ആ സമയങ്ങളിലാണ്. ഇതൊക്കെയാണ് ദിലീപ് ഗൂഢാലോചന നടത്തി എന്നുള്ള ഇവരുടെ തിയറി. ഓക്കെ, അതിൽ തന്നെ ഞാൻ നേരത്തെ പോയി പറഞ്ഞ പോലെ സെറ്റിൽ നിന്ന് അടി ഉണ്ടാക്കി. അപ്പോൾ ഗുണ്ട പൾസർ സുനിക്ക് പൈസ കൊടുത്തു, 650 രൂപ കൊടുത്തു. അതിൻ്റെ സ്ലിപ്പ്, എന്ത് സ്ലിപ്പ് അറിയാം, ഒരു സ്ലിപ്പിനകത്ത് ഗുണ്ട പൾസർ സുനി എന്ന് എഴുതുമ്പോഴത്തേക്ക് അത് പൊളിച്ചു. ഇത് പൊളിച്ചിട്ട് ഇനി അടുത്തത് അബാദ് പ്ലാസയ്ക്ക് പോവുകയാണ്. അത് അബാദ് പ്ലാസയിൽ വെച്ച് നടക്കുന്ന ഗൂഢാലോചന. ഓക്കെ, ഇതിൽ ഇവർ പറയുന്നത് ഇവർക്ക് എവിടുന്നും ഇല്ലാത്തൊരു സാക്ഷിയെ കിട്ടി. അതായത് പൾസർ സുനിയെ കൊണ്ടുവന്ന് വിടുന്ന ഒരു ഫ്രണ്ടിനോട് പക്ഷേ പൾസർ സുനി പറഞ്ഞിട്ടുള്ളത് മഴവിൽ അഴകിലമ്മ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അബാദ് പ്ലാസയിൽ വന്നതാണ്. കൊണ്ടുവിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് പൾസർ സുനി വന്നത് പോയതെന്നൊക്കെയാണ് ഈ ചങ്ങാതീൻ്റെ എന്നുള്ള മൊഴിയുള്ളത്. ഞാൻ ആലോചിക്കുന്നത് ഈ ടൈമിലൊക്കെ അബാദ് പ്ലാസ പോലത്തെ ഒരു ഹോട്ടലിൽ CCTV ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഈ ഫ്രണ്ടല്ലാതെ, പൾസർ സുനിയെ കൊണ്ടുവന്ന് വിട്ട ഫ്രണ്ടല്ലാതെ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാരോ അതിനകത്തുള്ള ഒരു മനുഷ്യന്മാരും പൾസർ സുനിയെ കണ്ടില്ല എന്ന് പറയുന്നത് വേറൊരു അത്ഭുതം. ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്ലാൻ ഇടാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിക്കുമ്പോൾ പൾസർ സുനിയെ ഈ പല സാഹചര്യങ്ങളിലായിട്ട് ദിലീപ് ടെലിപ്പതി വഴിയാണോ കണക്ട് ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല. മനസ്സിലിങ്ങോട്ട് ദിലീപ് വിചാരിക്കുക പൾസർ സുനി ഇവിടെ വരൂ, ഹോം ഹ്രീം, അതാ ഞാൻ പറഞ്ഞ മായാവിക്കഥ പോലെയാണ്. ഹോം ഹ്രീം പൾസർ സുനി എന്ന് പറയുമ്പോഴത്തേക്ക് പൾസർ സുനി മുന്നിലെത്തി. എടാ, ഇതിന് ഡിജിറ്റൽ രേഖകൾ, ഡിജിറ്റൽ എവിഡൻസും ഇല്ലേ? ദിലീപിനായിട്ട് ഇനിയിപ്പോൾ ദിലീപ് സ്വന്തം ഫോൺ ഉപയോഗിച്ചില്ല. ദിലീപിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയെന്നുള്ളത് മോണിറ്റർ ചെയ്യുക, അവരുടെ ഫോണുകൾ ട്രാക്ക് ചെയ്യുക. എന്തിന് പൾസർ സുനിയുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ ശ്രീലക്ഷ്മി, അല്ലെങ്കിൽ പറയപ്പെട്ടിരുന്ന ശ്രീലക്ഷ്മി അന്ന സമയത്ത് ഫോൺ വിളിച്ച് പൾസർ സുനി വിളിച്ചതിന് ശേഷം ആരെ വിളിച്ചു എന്നുള്ളത് ട്രാക്ക് ചെയ്തിട്ടുണ്ടോ? സാധാരണ ഒരു ക്രൈം സീനിൽ എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നൊരു ക്രൈമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നൊരു പ്രവൃത്തിയെക്കുറിച്ചോ ഞാൻ എൻ്റെ വേണ്ടപ്പെട്ടവരെ വിളിച്ച് പറഞ്ഞ് അത് ഞാൻ അവരിലൂടെ ഒരു കണക്ഷൻ ഉണ്ടാക്കി വേറെ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു പാറ്റേൺ ചിലപ്പോൾ അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്. അങ്ങനെ ചെയ്യുമായിരിക്കും ചിലപ്പോൾ, കാരണം ഇത് മിസ്ലീഡ് ചെയ്യാൻ പോലീസിനെയൊക്കെ. അതുവരെ എൻക്വയറി ചെയ്തില്ല, അന്വേഷിച്ചില്ല, ഫോണും മേടിച്ച് അവിടെ വെച്ച് വിട്ടതാണ്. അപ്പോൾ അവരെന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ അന്വേഷിക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്താണെങ്കിലും
ഈ 410 നമ്പർ മുറി അബാദ് പ്ലാസയിലെ അന്നേ ദിവസം ഉണ്ടായ പോലീസിൻ്റെ നാടകം ശ്രീജിത്ത് പണിക്കരാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ബെസ്റ്റ് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. പല വിഷയത്തിലും ഞാൻ ഇയാളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ വിധിന്യായം വായിച്ച് അതിനകത്ത് പോയിന്റ് ബൈ പോയിന്റ് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നതിൽ ഈസ് ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. ഇതാണെങ്കിലും ശ്രീജിത്ത് പണിക്കർ ഈ 410 നമ്പർ മുറിയിലെ കോൺസ്പിറസി പൊളിച്ചെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ദിലീപിനെയും കൊണ്ട് ഈ അബാദ് പ്ലാസ ഹോട്ടലിൽ പോകുമ്പോൾ അന്ന് അവിടെ നിറയെ മാധ്യമങ്ങളുണ്ടായിരുന്നു, ദൃശ്യമാധ്യമങ്ങളടക്കം അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ദിലീപ് അവിടെ എത്തുന്ന സമയത്ത് നമുക്കറിയാം അവിടുത്തെ മുറി തുറന്നു കിടക്കുകയാണ്. മുറിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാരവിടെയുണ്ട്. ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാതൃഭൂമിയുടെ റിപ്പോർട്ടറോടാണ് ആ സമയത്ത് ദിലീപ് പറയുന്നത്, ചേട്ടാ അറിയാവുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അത് പിന്നീട് വലിയ വാർത്തയായതും ആ വീഡിയോ വ്യാപകമായിട്ട് പ്രചരിച്ചതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അബാദ് പ്ലാസ ഹോട്ടലിൽ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ദിലീപിനെ കൊണ്ടുവരുന്ന സമയത്ത് ആ മുറി തുറന്നു കിടക്കുകയായിരുന്നു. പോലീസ് അദ്ദേഹത്തിനെ ആ മുറിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആ മുറിക്കുള്ളിലും പോലീസുകാരുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ താൻ ഈ കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റഡിയിലിരിക്കവേ പോലീസിനോട് ദിലീപ് കൊടുത്തിരുന്ന ഒരു അഡ്മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ച് പോലീസ് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് പ്രകാരമുള്ള ഒരു സാഹചര്യമല്ല നമ്മളെല്ലാവരും അന്ന് നേരിട്ട് കണ്ടത്. ജൂലൈ മാസം 12-ാം തീയതി 2017 കസ്റ്റഡിയിലിരിക്കവേ ദിലീപ് താൻ ഈ കുറ്റം ചെയ്തു എന്ന് പോലീസിനോട് സമ്മതിക്കുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതിൻ പ്രകാരം അദ്ദേഹമാണ് പറയുന്നത്, അബാദ് പ്ലാസയിൽ താൻ പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തിയിരുന്ന മുറി താൻ കാണിച്ചു തരാം എന്ന് അദ്ദേഹം പറയുന്നത്. നോക്കുക, 12-ാം തീയതി പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നതായിട്ട് പറയുന്നത്. ആ സമയത്തും അത് ഏത് റൂം നമ്പർ ആണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. മറിച്ച് ജൂലൈ മാസം 12-ാം തീയതി അദ്ദേഹം പറയുകയാണ് താൻ അബാദ് പ്ലാസയിലുള്ള ഗൂഢാലോചന നടന്നിരിക്കുന്ന മുറി കാണിച്ചു കൊടുക്കാമെന്ന്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതിൻ്റെ തൊട്ട് തലേ ദിവസം ജൂലൈ മാസം 11-ാം തീയതി പോലീസ് കൊടുത്തിരുന്ന ഒരു റിമാൻഡ് റിപ്പോർട്ടുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ അവർ പറയുന്നത് പൾസർ സുനിയും ദിലീപും തമ്മിൽ അബാദ് പ്ലാസയിലെ 410-ാമത്തെ മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്നാണ്. ആലോചിച്ച് നോക്കുക, ജൂലൈ മാസം 11-ാം തീയതി പോലീസ് പറയുന്നു പൾസർ സുനിയും ദിലീപും തമ്മിൽ അബാദ് പ്ലാസയിലെ 410-ാം മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തി. എന്നാൽ കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷം 12-ാം തീയതി ദിലീപ് പോലീസിനോട് പറയുന്നു അബാദ് പ്ലാസയിൽ ഗൂഢാലോചന നടന്നിരുന്ന മുറി ഏതാണ് എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന്. അപ്പോൾ ദിലീപിൻ്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് 12-ാം തീയതിയാണ് വരുന്നത് എങ്കിൽ എങ്ങനെയാണ് 410-ാം മുറിയിലാണ് ഈ ഗൂഢാലോചന നടന്നത് എന്ന് തലേ ദിവസത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതി ചേർത്തത്? പോലീസിന് ദിവ്യദൃഷ്ടിയുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കോടതി ഇതിന് കാരണമായിട്ട് പറയുന്നത് ദിലീപിൻ്റെ ഈ സോക്കോൾഡ് അഡ്മിഷൻ, അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് വളരെ കൃത്യമായിട്ട് ഈ റൂം നമ്പറിനെ കുറിച്ചിട്ടുള്ള വിവരമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അതല്ല എങ്കിൽ തലേ ദിവസത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ റൂം നമ്പർ 410 എന്ന് എഴുതി ചേർക്കുമായിരുന്നില്ല. അത്രത്തോളം കൃത്രിമത്വം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് കോടതി കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. കേട്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ മായാവിക്കഥ പോലെ അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നുകയാണ് ദിലീപ് പറയുന്നതിന് മുമ്പ് തന്നെ അബാദ് പ്ലാസയിൽ 410-ാം നമ്പർ മുറി അങ്ങോട്ട് ദിവ്യദൃഷ്ടിയിൽ തെളിയാണ് ഇവർക്ക്. സിക്സ്ത് സെൻസ് ആണ് ഓണാവുക. വെറുതെ അല്ലടേ ദിലീപ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു. കാരണം ദിലീപിന് ഇതിൻ്റെ ഇത്രയും വർഷത്തെ ഈ കേസിൻ്റെ ഇവരുണ്ടാക്കി എടുത്ത ഈ ഒരു ഐറ്റം എന്താണെങ്കിലും ബ്രീഫ് ചെയ്യും. അയാൾ സ്വയം പഠിച്ചാണോ, അയാൾക്കെതിരെയുള്ള കേസാണ്. അയാൾക്കത് മനസ്സിലായി. എന്ത് ഈസി ആയിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഫ്രീ ആയി കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം, എന്തായാലും ഞാൻ ഫ്രീ ആവും. ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇത് എനിക്കെതിരെ നടന്ന ഗൂഢാലോചന. കാരണം അതിന് മാത്രം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ കേസിൽ ഇവന്മാർ പോലീസുകാർ. അതായത് കേസ് എങ്ങനെ പൊളിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച പോലെയോ അല്ലെങ്കിൽ എന്തൊരു വാശിപ്പുറത്ത് ഇവനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ചെയ്തു വെച്ച പോലത്തെ ഒരു പരിപാടി. ഞാൻ അന്നും ഇന്നും പറയുന്നത്, എനിക്ക് ആകെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂലായിരുന്നു. അതും ഇപ്പോൾ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എന്നാലും എനിക്ക് ഡൗട്ട് തോന്നിയൊരു കാര്യം ഞാൻ എഗെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ പോലും ചേഞ്ച് ചെയ്തു എന്ന് വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ എൻ്റെ അറ്റംപ്റ്റ് നടന്നു എന്നുള്ള വരുത്തി തീർക്കാനോ ടൈം കിട്ടാനോ വേണ്ടിയിട്ട് ചെയ്ത പ്രവൃത്തിയാണെങ്കിലോ എന്നുള്ളൊരു സംശയത്തിന് മുകളിൽ മാത്രമേ എനിക്കിതിൽ ആ ഒരു എലമെൻറ്റ് ഓഫ് ഡൗട്ട് നിൽക്കുന്നുള്ളൂ. അല്ലാത്ത കാര്യത്തിൽ ഇതിൽ പല വിഷയങ്ങളിലും അതിദുരൂഹതയാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചതിൽ എനിക്ക് പേഴ്സണലി ഉള്ളത്. ഇപ്പോൾ 410-ാം നമ്പർ മുറി പൊളിഞ്ഞ് ഒരു പാളി സൈഡായല്ലോ. ഇനി ഇതിൽ
ഇന്നലെ ഞാൻ മാർട്ടിൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് മാർട്ടിൻ്റെ ഞാൻ ഇന്നലെ വീഡിയോയുടെ തുടക്കത്തിലേ വെച്ചിട്ടുണ്ടായിരുന്നു. മാർട്ടിൻ ആദ്യം മുതൽ ഈ നറേഷൻ പറയുന്നുണ്ട്, ഈ സ്റ്റോറി ലൈൻ പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനൊരു പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഇതാണ് മാർട്ടിന് പറയാനുള്ള പുതിയ ഇതിൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് പുതിയതല്ല, അത് പഴയതാന്നുള്ളത് ഞാൻ വെച്ചിട്ടാണ് ഇന്നലത്തെ വീഡിയോ തുടങ്ങിയിട്ടുള്ളത്. കോടതിയിൽ നിന്ന് മുതൽ മാർട്ടിൻ വിളിച്ച് പറഞ്ഞതും ശ്രീജിത്ത് പരിമാന ഇട്ട വീഡിയോനകത്ത് കാറിനകത്ത് ഇരുന്നിട്ട് മാർട്ടിൻ പറഞ്ഞതൊക്കെ ഉള്ള സാധനങ്ങൾ മനസ്സിലായില്ലേ? അപ്പം അത് മാർട്ടിൻ പറഞ്ഞ സമയത്തുള്ള ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ കള്ളൻ്റെ കുമ്പസാരൊക്കെ ഒറ്റയടിക്ക് വിശ്വസിക്കാൻ വളരെ പാടാണ്. എനിക്കത് നടക്കില്ല. ഓക്കെ, അത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. എന്നാലും ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർട്ടിൻ പറഞ്ഞതിൽ 1, 2, 3 സാധനങ്ങൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ മാർട്ടിൻ്റെ വീഡിയോ കണ്ട ടൈമിലോ എനിക്കത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു. കാരണം കുറച്ചിങ്ങനെ ചിന്തിച്ച് നമ്മളത് ആലോചിച്ച് 2-3 വട്ടം കണ്ട് കേട്ട് അങ്ങനെ എടുക്കേണ്ട ഒരു ഐറ്റമായിരുന്നു. അപ്പോഴാണ് മാർട്ടിൻ്റെ വീഡിയോൻ്റെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു എഴുത്ത് ഓക്കെ എനിക്ക് വേറൊരാൾ ഫോർവേഡ് ചെയ്തു തന്നു. ഞാൻ അവിടെ വായിക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ ഒരു പൊരുത്തക്കേട് കൂടി പങ്കുവയ്ക്കുകയാണ്. ആക്രമണം നടന്ന സമയത്ത് പ്രതികൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച ദൃശ്യങ്ങൾ പകർത്തി എന്ന് കേസ് രേഖകളിൽ നിന്നും പ്രതികൾക്കെതിരെ ചുമത്തി വകുപ്പുകളിൽ നിന്നും IT ആക്ട് വ്യക്തമാണ്. എന്നാൽ ആ മൊബൈൽ ഫോൺ ഏതാണ് എന്ന് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാൻ എന്നതിനെക്കുറിച്ച് വിധിന്യായത്തിൽ ഒരു വിവരവും നൽകുന്നില്ല. മറ്റൊരു പ്രധാന ഡിജിറ്റൽ തെളിവായ ശബ്ദരേഖകളുമാണ് എക്സിബിറ്റ് P486. ബന്ധപ്പെട്ട കേസിൽ ഒറിജിനൽ റെക്കോർഡിംഗ് ഉപകരണം കോടതിയിൽ ഹാജരാക്കിയില്ല എന്ന് കോടതി വിമർശിച്ചത്. അത് മറ്റേ ഡയറക്ടറിൻ്റെ കേസിൽ. ഓക്കെ, എന്നാൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണത്തെക്കുറിച്ച് സമാനമായൊരു നിരീക്ഷണം ലഭ്യമല്ല. ഇതിനോടൊപ്പം മാർട്ടിൻ്റെ വെളിപ്പെടുത്തലുകൾ കൂടി ചേർത്ത് വായിച്ചാൽ എൻ്റെ സംശയം നടിയിലേക്കാണ് നീളുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഓക്കെ, ഇനി എന്തൊക്കെ സംശയങ്ങളാണ് ഈ പോസ്റ്റിനകത്ത് പറയുന്നത് നോക്കാം. അതിന് ചില കാരണങ്ങൾ കൂടി പറയാം. ലാൽ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യം, ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഗോവയിൽ വെച്ച് ഒരു ദിവസം കൂടി പാച്ച് ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു. ഓക്കെ, ലാൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം. അന്നൊരു വാഹനം കൂടി ഗോവയിലേക്ക് പോയി, അത് XUV എന്ന വാഹനമാണ് എന്നുകൂടി പറയുന്നു. അതിൻ്റെ ഡ്രൈവർ സുനി ആയിരുന്നു എന്നും അയാൾ ആ വീഡിയോയിൽ സമ്മതിച്ചിട്ടുണ്ട്. ലാലിൻ്റെ മകൻ ജീൻ പോൾ ലാൽ പൾസർ സുനിയെ സ്വന്തം മകനെ പോലെ ആയിരുന്നു കണ്ടത് എന്നും ആ വീഡിയോനകത്ത് പറയുന്നുണ്ട്. ഹാഷ് വാല്യൂ മാറി എന്ന് വേവലാതിപ്പെട്ട സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത ഡിവൈസിനെ കുറിച്ച് ആർക്കും വേവലാതി ഉണ്ടായിരുന്നില്ല. അത് സത്യമാണ്. അത് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. കാരണം അതെങ്ങാണ്ട് വലിച്ചെറിഞ്ഞു, തോട്ടിലോ ആറ്റിലോ കളഞ്ഞു എന്നുള്ളത് അതുപോലെ വിശ്വസിച്ചിട്ടാണ് പോലീസുകാർ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നത്. ഓക്കെ, പിന്നെ കൊടുത്തൊരു പെൻഡ്രൈവും മെമ്മറി കാർഡും പിടിച്ചിട്ടാണ് കാര്യങ്ങൾ ഒരു മുന്നോട്ട് കൊണ്ടുപോയത്. ഇത് ഒരു മറ്റേ ഡയറക്ടർ ബാലേന്ദ്രൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇപ്പുറത്ത് പൾസർ സുനിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും മൊബൈൽ ഫോണും ഇല്ല, അപ്പുറത്ത് അയാൾ ഓഡിയോ റെക്കോർഡ് ചെയ്ത ഡിവൈസും ഇല്ല. അത് ആദ്യം ഓഡിയോ റെക്കോർഡ് ചെയ്ത ഡിവൈസിൽ നിന്ന് മാറ്റിയിട്ട് അയാൾ ഒരു ലാപ്ടോപ്പിലേക്ക് ആക്കുന്നു, പിന്നെ ആ ലാപ്ടോപ്പിൽ നിന്ന് മാറ്റി വേറൊരു പെൻഡ്രൈവിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഇതൊക്കെ ഒറിജിനൽ റെക്കോർഡ്. ഇപ്പോൾ ഡിജിറ്റൽ ഡാറ്റ എന്ന് പറയുമ്പോൾ അത് ഒറിജിനലി റെക്കോർഡ് ചെയ്തത് എവിടെ എന്നുള്ള ചോദ്യം വരുമ്പോൾ ആ ഡിവൈസ് വേണം. ആ ഡിവൈസ് ഇല്ല, പല കാര്യങ്ങളും ആ ഡിവൈസ് ഇല്ല ഇവിടെ. അപ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഇതൊക്കെ ഇവർക്ക് എവിടെന്നെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊടുന്ന് വെച്ചിട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ. അങ്ങനെ ലൂപ്പ് ഹോൾ അതിനകത്തുണ്ട്. ഓക്കെ, അന്വേഷണത്തിലെ വലിയൊരു പിശകാണത്, വളരെ അസ്വാഭാവികവും. ഒറിജിനൽ ഡിവൈസ് ഇല്ലാതെ അതിൽ ഷൂട്ട് ചെയ്ത വീഡിയോ കോപ്പി ചെയ്ത പെൻഡ്രൈവിൻ്റെ പിറകെ പോയത് സംശയാസ്പദമാണ്. മാർട്ടിൻ്റെ വെളിപ്പെടുത്തലുകളും ഈ സാഹചര്യങ്ങളും ചേർത്ത് വായിച്ചാൽ കോടതിയിൽ ഹാജരാക്കിയ പെൻഡ്രൈവിലെ വീഡിയോകൾ ഗോവയിൽ ചിത്രീകരിച്ചത് ആകാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ ദിലീപ് അനുകൂലികൾ അല്ലെങ്കിൽ ദിലീപ് സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരുപാട് പേരുടെ ക്ലെയിം ഇതാണ്. കാരണം മാർട്ടിൻ്റെ വീഡിയോ ഇന്നലെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ 2-3 പോയിന്റുകൾ പൊട്ടൻഷ്യലി ഭയങ്കര കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ബട്ട് അയാളുടെ ബോഡി ലാംഗ്വേജും അയാൾ പറയുന്ന പരിപാടികളും വെച്ചിട്ട് എനിക്കത് ആദ്യം കണക്റ്റായില്ല. പക്ഷേ ഈ ഒരു കുറിപ്പും ഞാൻ സംസാരിച്ച വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മേ ബി ഇങ്ങനത്തെ ഒരു ഡയമെൻഷൻ, ഈ ഒരു നറേറ്റീവും കൂടി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ വായിക്കാം, ഈസി ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഈ വീഡിയോകളുടെ ക്രിയേഷൻ ഡേറ്റ് ലഭിക്കാത്ത തരത്തിലാണ് വീഡിയോകൾ എത്തിച്ചിരിക്കുന്നത്. അത്തരം വിഷയങ്ങൾ ഫോറൻസിക് പരിശോധന നടത്തിയാൽ പരാമർശങ്ങൾ ഇല്ല. ഓക്കെ, അടുത്തത് ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്ത് പുറത്തുന്ന ഓഡിയോയിൽ ക്രിയേഷൻ ഡേറ്റ് ഒക്കെ പരിശോധിച്ചപ്പോൾ പോലും വീഡിയോയുടെ ക്രിയേഷൻ ചർച്ചയായില്ല, അന്വേഷണവും നടന്നതായി അറിവ് ഇല്ല.
അതാണ് ബാലചന്ദ്രകുമാർ. ഞാൻ പറഞ്ഞു ബാലചന്ദ്രകുമാറിനോട് കോടതി ചോദിച്ചതായിട്ട് ഉണ്ട്. ഓക്കെ, അത് ബാലചന്ദ്രകുമാർ തന്നെ പല സാഹചര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അയാൾ റെക്കോർഡ് ചെയ്ത ഡിവൈസ് ഇപ്പം ഇല്ല. അയാൾ റെക്കോർഡ് ചെയ്ത ഡിവൈസ് ഇല്ല, അതിന് പകരം അയാൾ കോപ്പി ചെയ്ത ഡിവൈസോ അല്ലെങ്കിൽ അയാൾ കൊണ്ടുവന്ന സാധനം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം ആണ് പൾസർ സുനി ഏത് ഫോണിലാണോ വീഡിയോ എടുത്തത് ആ ഫോണില്ല, ആ ഫോൺ ഹാജരാക്കിയിട്ടില്ല. ആ ഫോൺ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടന്നു എന്ന് വെച്ചാൽ ആറ്റി കളഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആറ്റി പോയി തപ്പിയോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. ഓക്കെ, ഈ ഒരു ആംഗിൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് മാർട്ടിൻ പറഞ്ഞ വീഡിയോ ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ വണ്ടി എടുത്ത് പാലാരിവട്ടത്ത് പോണതിൻ്റെ ഇടയ്ക്ക് അവർ സംസാരിച്ചു, സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം, ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത്. ലാലേട്ടൻ്റെ അടുത്തും രമ്യ നമ്പീശിൻ്റെ അടുത്തും മഞ്ജുവിൻ്റെ അടുത്തും ശ്രീകുമാറിൻ്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും. പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം, അത്രമാത്രം വാശി എനിക്കിരിക്കുന്നുണ്ട്. യാതൊരു ഉപദ്രവവും വയനാട്ടിൽ ഉണ്ടായിട്ടില്ല, സത്യസന്ധമായ കാര്യം. ഒരു വീഡിയോ ആരും എടുത്തിട്ടില്ല, ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ ഉണ്ടെന്ന് പറയുന്നത് കോടതി കൊടുത്തേക്കണെന്ന് അവർ പറയണത് ഇവര് ഗോവയിൽ ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഉൾപ്പെടെ ലാൽ ഉൾപ്പെടെ ജീൻ പോൾ ഉൾപ്പെടെ എല്ലാവരും ഇവർ ഒരുമിച്ചുണ്ടായി എന്ന് പറഞ്ഞു. അതിന്റെ മുന്നത്തെ ഒരാഴ്ചകളിൽ ഇതിങ്ങനെ റൂമിൽ വെച്ച് എടുത്തേക്കണതാണോ എന്നൊരു സംശയമുണ്ട് ആ വീഡിയോകള്. അല്ലാതെ ഈ പറയുന്ന മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന രീതിയിൽ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ ദൃക്സാക്ഷിയാണ് നടൻ ദിലീപിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണ്. മാർട്ടിൻ പറയുന്നത് അന്നേ ദിവസം കാറിനകത്ത് വെച്ച് പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. മാർട്ടിൻ പറയുന്ന വേർഷനിൽ വേറെ കുറച്ച് മൈനറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടന്നുള്ളൂ, വേറെ ഒന്നും നടന്നില്ല എന്നാണ് മാർട്ടിൻ പറയുന്നത്. നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവുന്നത് ഗോവയിൽ വെച്ചാണുള്ള ചാൻസേ കാണുന്നുള്ളൂ എന്നാണ് മാർട്ടിൻ്റെ ക്ലെയിം. മേ ബി ആ വിഷ്വൽസ് ആയിരിക്കണം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച വിഷ്വൽസ് എന്നൊക്കെയാണ് മാർട്ടിൻ പറയുന്നത്. നേരത്തെ എഴുതി വെച്ചതും മാർട്ടിൻ്റെ ഈ ക്ലെയിമും കൂടി കൂട്ടിയിട്ട് നേരെ ഇനി പോകേണ്ടത് ലാല് ഈ ഗോവ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഷൂട്ടിനെ കുറിച്ചും പറഞ്ഞത് ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഒരു കല്യാണ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ നെവൽ ബേസിൽ നിന്നുള്ള കുറെ ഹിന്ദിക്കാർ വരുന്നുണ്ട്, അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ വേണം. അപ്പൊ അത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ സെറ്റിൽ ഓടുന്ന വണ്ടികളിൽ നിന്ന് പുറത്ത് നിന്ന് വണ്ടി വിളിക്കും. അങ്ങനെ വിളിച്ച എനിക്ക് തോന്നുന്നൊരു 10 ദിവസത്തോളം കല്യാണ സീക്വൻസ് തന്നെ ഉണ്ട് ആ പടത്തിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വിളിച്ച ഒരു ടെമ്പോ ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിളിച്ചപ്പോൾ വന്ന ആ വണ്ടിക്ക് വന്ന ഡ്രൈവറാണ് ഈ പറഞ്ഞ സുനി. ഞാൻ ഇതൊക്കെ പിന്നീട് അറിയുന്നതാണ്, ഞാൻ ഇയാളെ കണ്ടായിട്ട് പോലും ഓർക്കുന്നില്ല. അപ്പൊ ഇയാൾ വന്നതിന് ശേഷം ഈ ഇത്രയും ദിവസം കൊണ്ടിട്ട് അദ്ദേഹം അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്, മിടുക്കനായിട്ടുള്ള വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന, സമയത്തിന് മാത്രം ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന, കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഡ്രൈവർ എന്ന് പറയുന്ന പേര് പിടിച്ചെടുക്കാനായിട്ട് ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ അതിമിടുക്കനായിട്ടുള്ള ഒരാളാണ്. കാരണം മുകേഷ് പറഞ്ഞല്ലോ, നടൻ മുകേഷിന്റെ കൂടെ 1 വർഷത്തോളം ഡ്രൈവറായിട്ട് നിന്നിട്ടുള്ളതാണ്. മുകേഷ് തോന്നിയിട്ടില്ല ഇയാളൊരു കുഴപ്പക്കാരനായിട്ടുള്ള ആളാണ്. അതിന് ശേഷമാണ് മുകേഷ് അയാൾ ഇത്ര വലിയ കുഴപ്പക്കാരനായിരുന്നു. അപ്പൊ അത്രയും കഴിവുള്ള ഒരാളാണ് അയാള്. അവിടെ ഡ്രൈവറായിട്ട് നിന്നു. പിന്നീട് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ അപ്പൊ ഈ പടത്തിന് ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് പ്രൊഡ്യൂസർക്ക് അദ്ദേഹത്തിന്റെ 1-2 വാഹനങ്ങൾ വേണമെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓടിക്കാം. അപ്പൊ എനിക്ക് ഇവിടെ ഒരു SUV വണ്ടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്വിഫ്റ്റ് വണ്ടി ഉണ്ട്. ഈ 2 വണ്ടികൾ ഞാൻ സിനിമയ്ക്ക് ഓടാൻ വേണ്ടി കൊടുത്തു. കാരണം അത്രയും ചെലവ് ചുരുക്കാൻ വേണ്ടി. ചെലവ് ചുരുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ അല്ലാതെ നിവൃത്തിയില്ല, പടങ്ങൾ ചുരുക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഓടിയ വണ്ടികളായിരുന്നു 2. അതിലൊരു വണ്ടി ഷൂട്ടിങ്ങും കഴിഞ്ഞു, ഡബിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, പടത്തിന് മൊത്തം വർക്ക് കഴിഞ്ഞു. ഈ 11-ാം തീയതി റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു, സമരം കൊണ്ട് മാറ്റിവെച്ചാണ്. എല്ലാം കഴിഞ്ഞ സമയത്ത് സ്റ്റുഡിയോയിൽ നടക്കുന്ന കൊച്ചു കൊച്ചു വർക്കുകൾക്ക് വേണ്ടി മാത്രം ഈ SUV എന്ന് പറയുന്ന വണ്ടി മാത്രം ഓടുന്നുണ്ടായിരുന്നു. ആ വണ്ടിയിലേക്ക് ഒരു നല്ല ഡ്രൈവറെ വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കുറച്ച് ദിവസം ഈ സുനി ഓടുന്നത്. സുനി പറഞ്ഞിട്ട് വേറെ ഡ്രൈവർ വന്ന് ഓടിയിട്ടുണ്ട്. ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു പാച്ച് വർക്ക് പോലെ 1 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിന് പോകാനായിട്ട് ഇവിടുന്ന് എല്ലാവരും ഫ്ലൈറ്റിനും ട്രെയിനിനും ഒക്കെ ആയിട്ടാണ് ബാക്കി എല്ലാവരും പോയത്. ഒരു കാറ് മാത്രം ഇവിടുന്ന് പോയി. ആ ഒരു കാറ് ഓടിക്കാനായിട്ട് ഡ്രൈവറെ തീരുമാനിച്ചപ്പോൾ ഈ സുനി എന്ന് പറഞ്ഞ ആളെ തീരുമാനിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല, അയാൾ അത്രയും മിടുക്കനായത് കൊണ്ടിട്ടാണ്. മാതൃഭൂമിയുടെ ഒരു പ്രജീഷ് എന്നൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഗോവയ്ക്ക് പോയപ്പോ. പ്രജീഷിന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം, അവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തതും ലഗേജ് ഒക്കെ എടുക്കാൻ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ യൂണിറ്റ് അല്ല പോയത്. അപ്പൊ എന്ത് കാര്യങ്ങൾ എടുത്തു വെക്കാനും കൊണ്ടുപോകാനും മറ്റുള്ളവർ സഹായിക്കാനും വെള്ളം കൊടുക്കാനും ബീച്ചിലായിരുന്നു ഷൂട്ടിങ്. ആ ബീച്ചിൽ വെള്ളം സപ്ലൈ ചെയ്യാനും അതിനുവേണ്ടി ഓടിയിരുന്നതൊക്കെ ഇവരാണ്. അപ്പൊ അങ്ങനെ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള, മര്യാദയുള്ള, മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള ഇമേജാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവന്റെ മിടുക്ക്. എന്റെ മകൻ പറഞ്ഞു, അവൻ എന്നെ പയ്യനാണ്, വലിപ്പത്തിന് എന്റെ അത്ര ഉണ്ടെങ്കിലും അവൻ എന്റെ അടുത്ത് വളരെ ദേഷ്യം പറഞ്ഞു, ഞാൻ എന്റെ മോനെ പോലെയാണ് പപ്പ അവനെ നോക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിനുള്ള മിടുക്ക് അവനുണ്ട്. ലാല് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ എഴുതിയ കാര്യങ്ങളും ഇതും
മാർട്ടിൻ പറഞ്ഞതും കണക്ട് ചെയ്യുമ്പോൾ മേ ബി ഇങ്ങനൊരു നറേറ്റീവ് കൊണ്ടുവരാം. കാരണം ദിലീപ് അനുകൂലികൾ അല്ലെങ്കിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു നറേറ്റീവ് ഈസി ആയിട്ട് എടുത്തു വയ്ക്കാം. കാരണം ഒന്ന് നിങ്ങൾ കള്ളൻ്റെ കുമ്പസാരം നോക്കണ്ട. ഇതിനകത്ത് ലാല് പറഞ്ഞ ഈ ഗോവ ഡേറ്റ്സ്, ഓക്കെ, ഗോവയിൽ ഷൂട്ട് നടന്ന പാച്ച് നടന്ന സമയത്ത് സുനിയുടെ പ്രസൻസ്, അവിടുത്തെ പാച്ചിന് മുമ്പ് ലാലൻ്റെ പറയുന്നുണ്ട് ആൾക്കാരുടെ എണ്ണം കുറവാണ്. അപ്പോൾ മാർട്ടിൻ പറഞ്ഞ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളിത് ചിന്തിക്കണ്ട. വേറൊരു ഡൗട്ട്, അതായത് ഡിവൈസ് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് ഡിവൈസ് കിട്ടിയില്ല? അപ്പം ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ദിലീപിൻ്റെ ഭാഗം പറയുന്നവരുടെ ചോദ്യം അങ്ങനെയായിരിക്കും, എന്തുകൊണ്ട് പോലീസിന് അല്ലെങ്കിൽ എല്ലാം തെളിയിച്ച് അല്ലെങ്കിൽ ഇതിനെ സർവത്ര സൈഡും അടച്ചുറപ്പാക്കി കേസ് കൊണ്ട് മുന്നോട്ട് പോയി എന്ന് പറയുന്ന പ്രോസിക്യൂഷനും ഈ പറയുന്ന പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ടീമും ആ മൊബൈൽ ഫോൺ, ഇത് ഷൂട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന മൊബൈൽ ഫോൺ എന്തുകൊണ്ട് ഹാജരാക്കുന്നതിലോ അല്ലെങ്കിൽ അതിൽ കണ്ടുപിടിക്കുന്നതിലോ ഫെയിലിയറായി? അതിൽ തന്നെ ഇത് അവർക്ക് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇത് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആയിരിക്കും. കാരണം ഇതിൻ്റെ ഒറിജിൻ എവിടുന്നാന്ന് മനസ്സിലാവുന്നില്ല. ഒറിജിൻ എവിടുന്നാന്ന് മനസ്സിലാവാത്ത ഒരു സാധനത്തിന് ഡേറ്റ് അവർ എങ്ങനെ ഇട്ടു എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ഒരു IT എക്സ്പേർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പം തന്നെ ഒരുപാട് പേര് പറഞ്ഞു തുടങ്ങി ഇതിൻ്റെ ഒറിജിനൽ ഷൂട്ട് ലൊക്കേഷൻ അല്ലെങ്കിൽ ഇത് ഒറിജിനലി ഷൂട്ട് ചെയ്ത ഫോണില്ലെങ്കിൽ ഇതെങ്ങനെ എവിടെ വെച്ച് ഏത് ടൈമിൽ ഷൂട്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് എവിഡൻസ്? അവരാണ് കൊണ്ടുപോയി കൊടുത്തു, ഇവരെടുത്ത് വെച്ചു, ഫോൺ ഉണ്ടോ ഇല്ല, എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വളരെ റെലവൻ്റായിട്ട് ഈ വിഷയത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരം തന്നെയാണ് മാർട്ടിൻ സംസാരിച്ച് വെച്ചതും. മാർട്ടിൻ സംസാരിച്ചില്ലെങ്കിലും ഒരു വീഡിയോൻ്റെ ക്രിയേഷൻ ഡേറ്റ് എങ്ങനെ ലഭിച്ചു, ആ ഡിവൈസ് ലഭിക്കാതെ ഈ പെർട്ടിക്കുലർ വിഷയത്തിൽ ആ മെമ്മറികളുള്ള വിഷ്വൽസിൻ്റെ ക്രിയേഷൻ ഡേറ്റ് എങ്ങനെ ലഭിച്ചു അതിൻ്റെ ഒറിജിനൽ ഡിവൈസ് ഇല്ലാതെ എന്നുള്ള ചോദ്യം വരുമ്പോൾ ആ വിഷ്വൽസ് എവിടെയെങ്കിലും വേറെ വെച്ച് ക്രിയേറ്റ് ചെയ്ത് അത് വാണ്ടഡ്ലി അറിഞ്ഞുകൊണ്ട് ദിലീപിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയാക്കി അങ്ങനെ ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാവില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നാൽ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫേസിൽ അങ്ങനെ ഒരു ചോദ്യം ഇന്ന് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞിട്ടിപ്പോൾ പ്രോസിക്യൂഷൻ പോകുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷനും ബാക്കി കാര്യങ്ങളും വരുമ്പോൾ ഈ ഒരു ആസ്പെക്റ്റും അല്ലെങ്കിൽ ഈ ഒരു നറേഷനും ഡെഫിനറ്റ്ലി ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് അവർ വയ്ക്കുമല്ലോ. മാർട്ടിൻ്റെ വീഡിയോയും വയ്ക്കും, ലാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും വയ്ക്കും. പിന്നെ ഏറ്റവും വലിയത് ഇതിലെ ഡിജിറ്റൽ എവിഡൻസിനൊന്നും ഒറിജിനില്ല. എന്ത് ചെയ്യും? അപ്പോൾ അത് ആര് ക്രിയേറ്റ് ചെയ്തു? അടുത്ത ചോദ്യം വരും, എങ്ങനെ എവിടുന്ന് ക്രിയേറ്റ് ചെയ്തു? അപ്പോൾ ഞാൻ പറഞ്ഞു അടിമുടി ദിലീപിന് പോസിറ്റീവായി, ദിലീപിനെ ഈ പറഞ്ഞ എനിക്കെതിരെ വന്ന ഗൂഢാലോചന എന്നുള്ളൊരു ആസ്പെക്റ്റ് തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ ഇനിയുണ്ട് കേട്ടോ, ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിവിടെ വേറൊരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് വെക്കുന്നുണ്ട്. ഇത് ജോർജേട്ടൻസ് പൂരം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ലൊക്കേഷനിൽ പൾസർ സുനിയും ദിലീപും കണ്ടു. ആ കണ്ടത് കിണറ്റിങ്ങൽ ടെന്നീസ് അക്കാഡമി എന്ന് പറഞ്ഞ തൃശ്ശൂർ ടെന്നീസ് ക്ലബ്ബിൽ ഗ്രൗണ്ട്സ്മാൻ ആയിട്ടുള്ള ഒരു വ്യക്തി, 18 വർഷം പണിയെടുത്ത ഗ്രൗണ്ട്സ്മാൻ ആയിട്ടുള്ള വ്യക്തി അത് കണ്ട് ഇവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞു എന്നുള്ള പോലീസ് കൊണ്ടുവന്ന അവരുടെ സാക്ഷിയാണ്. എന്നാൽ പ്രോസിക്യൂഷൻ ഈ സാക്ഷിയെ ഹാജരാക്കിയിട്ട് ഇതിൻ്റെ ക്രോസ് വന്ന സമയത്ത് ഈ വാസുദേവൻ എന്ന് പറഞ്ഞ സാക്ഷി പ്രോസിക്യൂഷനോടോ കോടതിയോടോ പോലീസിനോടോ പറഞ്ഞ മൊഴിയല്ല അയാൾ അന്നവിടെ പറഞ്ഞത്. അയാൾ പറഞ്ഞതെന്താ? അയാൾ ഓൾറെഡി ഈ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ്റെ തുടക്ക സമയത്ത് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ഈ വ്യക്തി പോലീസിനോട്, അതും വാസുദേവൻ ചോദ്യം ചെയ്യില്ല അങ്കമാലി പോലീസിനോട് ആദ്യം ദിലീപിനെയും കണ്ടിട്ടില്ല പൾസർ സുനിനെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പോലീസിൻ്റെ ടെന്നീസ് ക്ലബ്ബിൽ കൊണ്ടുപോയി ഇയാളെ ട്യൂഷൻ എടുത്ത് നറേഷൻ പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇയാളെ കൊണ്ട് മൊഴി എടുപ്പിച്ച് ഇയാൾ കണ്ടു എന്നുള്ള രീതിയിലാക്കിയതാണ്. പ്രതിഭാഗം ക്രോസ് ചെയ്ത് പൊളിച്ച് അയാൾ ലാസ്റ്റ് എന്ത് പറഞ്ഞു? മൊഴി മാറ്റിയെന്നാണ് കേട്ടോ അത് വരുന്നത്, ഈ വാസുദേവൻ എന്നാണ് ആൾ. പക്ഷെ വാസുദേവൻ പറഞ്ഞ മൊഴി മാറ്റൽ എന്താ? ഞാനവരെ കണ്ടിട്ടില്ല, എന്നോട് പോലീസുകാർ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാന്നാണ് പറഞ്ഞത്. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത്
ഡിഫറൻസുകളുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ന്യൂസുകാർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കാവ്യയുടെ അമ്മയ്ക്കടക്കം മഞ്ജു വാര്യരും ബാക്കി മഞ്ജു വാര്യരുടെ ഒപ്പം നിന്നവരും അന്ന് കാവ്യ ദിലീപ് ബന്ധത്തിനെ കുറിച്ച് നേരിട്ട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ചാറ്റ് മഞ്ജു വാര്യർ കാവ്യൻ്റെയും ദിലീപിൻ്റെയും പിടിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്നുള്ളതാണ് ഈ കേസിൻ്റെ തന്നെ തുടക്കം വരുന്നത്. 2012-13 സമയത്ത് ഈ കേസിൻ്റെ ഏറ്റവും വലിയ ഗൂഢാലോചന തുടങ്ങുന്നതും ഈ ദിലീപിന് നടിയോടുള്ള പക വരുന്നതും ഒക്കെ കാവ്യാമാധവനുമായിട്ടുള്ള ദിലീപിൻ്റെ ബന്ധം, ആ ഒരു ബന്ധം മഞ്ജു വാര്യരിലേക്ക് എത്തിച്ചതും മഞ്ജു വാര്യർ ഈ ചാറ്റ് പിടിച്ചതും ഇതൊക്കെയാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. ഈ ടൈമിൽ തന്നെ മഞ്ജു വാര്യർ കോടതിയെ പറഞ്ഞ് ധരിപ്പിക്കുന്നുണ്ട്. എന്ത്? ഇതേപോലെ ചാറ്റ് കണ്ടു, ചാറ്റ് പിടിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഡിവോഴ്സിലേക്ക് പോയത്. പക്ഷേ ഡിവോഴ്സിന് പോയ സമയത്ത് ഡിവോഴ്സ് മ്യൂച്വൽ കൺസെൻറ്റിന് മുകളിലാണ് ഡിവോഴ്സ് നടന്നിട്ടുള്ളത്. അതെങ്ങനെയെന്നുള്ളത് ഈസി ആയിട്ടൊരു ഓപ്പോസിഷൻ ടീമിന് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ടീമിന് ക്രോസ് ചെയ്യാൻ പറ്റും. ദിലീപിൻ്റെ ടീം അത് ക്രോസ് ചെയ്തു. സിമ്പിളാണ് ആ കാര്യം. കാരണം ഇത്രയും സോളിഡായിട്ട് ഭർത്താവ് ഭാര്യയോട് ചീറ്റ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവിടെ എന്ത് ചെയ്യാം, ഡിവോഴ്സ് മേടിക്കാൻ ഭാര്യയ്ക്ക്. കാരണം ചീറ്റ് ചെയ്യാണ്. അതിൻ്റെ തെളിവുകൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പരസ്ത്രീ ബന്ധത്തിലുള്ളപ്പോൾ ഈ സ്വന്തം ഭാര്യയെ ചതിച്ച് വേറെ പരസ്ത്രീ ബന്ധത്തിന് പോയൊരു ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ചീറ്റ് ചെയ്തു എന്നുള്ള സാധനം കൊണ്ട് പോവാം. പക്ഷെ എന്തുകൊണ്ട് മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ മുകളിൽ അന്ന് ഡിവോഴ്സിന് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളൊരു ചോദ്യം മഞ്ജു വാര്യരോട് ചോദിച്ചു. ഇത് മാത്രമല്ല, കോടതിയിൽ മഞ്ജു വാര്യർ പറഞ്ഞ കാര്യങ്ങൾ, കാവ്യമാധവൻ്റെയും ദിലീപിൻ്റെയും ചാറ്റ് കണ്ടുപിടിച്ചതും അതിനെ തുടർന്ന് അത് ചോദ്യം ചെയ്യാൻ കാവ്യമാധവൻ്റെ വീട്ടിൽ ചെന്നതും ഫ്രണ്ട്സായിട്ടുള്ള 2-3 വ്യക്തികളോട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞതും ദിലീപിനോട് ചോദിച്ച സമയത്ത് കുട്ടിയല്ലേ അവൾ അങ്ങനെ മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞതും, ഈ കാര്യങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മഞ്ജു വാര്യർ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ട്? അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ കോടതിക്ക് ഈ കാര്യങ്ങളൊന്നും വിശ്വസനീയമായി തോന്നുന്നില്ല മഞ്ജു വാര്യരുടെ മൊഴി എന്നുള്ള രീതിക്ക് കോടതി അത് തള്ളിക്കളഞ്ഞു. 12/2/2012 ഈ ബന്ധം വഷളാകത്തക്ക വിധമുള്ള കാര്യങ്ങൾക്ക് തുടക്കമാകുന്നത്. അന്നാണ് ഈ മഞ്ജു വാര്യർ മെസ്സേജുകൾ, ദിലീപിൻ്റെ പഴയ ഫോണിൽ കാവ്യ അയച്ച മെസ്സേജുകൾ കാണുന്നതും ഇവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാകുന്നതും മറ്റും. ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ കാവ്യയുമായി സംസാരിക്കാൻ മഞ്ജു ശ്രമിച്ചു. കാവ്യ വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ദിലീപ് അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. ദിലീപിനെ വിളിച്ചപ്പോഴും ദിലീപ് അന്ന് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പിന്നീട് ഈ വിഷയം നേരെ മഞ്ജു വാര്യർ വിളിക്കുന്നത് കാവ്യയുടെ അമ്മയെയാണ്. കാവ്യയുടെ അമ്മയെ മഞ്ജു വാര്യർ വിളിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ഈ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് മഞ്ജുവിനോട് പറയുകയാണ്. ഈ ബന്ധത്തിൽ തങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട് എന്നും വ്യക്തമാക്കുകയാണ്. അതായത് ആലോചിച്ച് നോക്കണം, 2009 കാവ്യയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് മഞ്ജു ഈ മെസ്സേജുകൾ കാണുന്നതും അതിലുള്ള അപകടം മനസ്സിലാക്കുന്നതും തുടർന്ന് കാവ്യയുടെ അമ്മയുമായി സംസാരിക്കുകയും ചെയ്യുന്നത്. അവിടെ ഈ ബന്ധവുമായി ബന്ധപ്പെട്ട കാവ്യയുടെ അമ്മയ്ക്കും മാതാപിതാക്കൾക്കും മറ്റും അറിവുണ്ടായിരുന്നു എന്നുള്ളതും അത് ഇവർ സമ്മതിച്ചു എന്നുള്ളതും പിന്നീട് കാവ്യയുമായി സംസാരിച്ച് താൻ ഭർത്തൃ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് കാവ്യയെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കാവ്യയുടെ അമ്മ മഞ്ജുവിനെ ബോധ്യപ്പെടുത്തുകയും മറ്റും ചെയ്തു. പക്ഷേ അവിടെ നിന്നില്ല കാര്യങ്ങൾ. നേരെ മഞ്ജു ചെയ്തത് ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും കൂട്ടി, ഇവർ ഒറ്റ സുഹൃത്തുക്കളാണ്, സംയുക്ത വർമ്മയെയും കൂട്ടിക്കൊണ്ട് നേരെ ഈ ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നടിയുടെ വീട്ടിലെത്തിയപ്പോൾ നടി ആദ്യഘട്ടത്തിൽ ഈ ബന്ധം സംബന്ധിച്ച് തുറന്നു പറയാൻ മടിച്ചു. പിന്നീട് നടിയുടെ അച്ഛൻ്റെ പിതാവിൻ്റെ നിർബന്ധപ്രകാരമാണ് കൂടുതൽ കാര്യങ്ങൾ നടി മഞ്ജു വാര്യരോട് തുറന്നു പറഞ്ഞത്. പിന്നീട് മഞ്ജു വീട്ടിലെത്തുകയും ദിലീപിൻ്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് ദിലീപ് വരുന്നു. ദിലീപ് ഈ വിഷയങ്ങളൊന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറയുന്നത് കാവ്യ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് അവൾ അയക്കുന്ന മെസ്സേജുകൾക്കൊക്കെ അത്ര ഗൗരവം കൊടുത്താൽ മതി, അതിൽ കാര്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൽ മഞ്ജു വാര്യർ കൺവിൻസ്ഡ് ആവുന്നില്ല. ഈ ബന്ധം വളർന്ന് അവർ മനസ്സിലാക്കുന്നു. തുടർന്ന് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഈ മെസ്സേജുകൾ കാണുന്നതാണല്ലോ ഈ പ്രശ്നത്തിൻ്റെ ഒരു തുടക്കമാകുന്നത്. ഈ മെസ്സേജുകൾ കാണുന്നതിന് മുൻപ് തന്നെ ഈ ഇരയാക്കപ്പെട്ട നടി മഞ്ജു വാര്യരോട് ഇക്കാര്യം പറഞ്ഞു എന്നുള്ള സംശയം ദിലീപിന് ബലപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഈ നടിയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ ദിലീപ് കൊണ്ടെത്തിച്ചത് എന്നുള്ള രീതിയിലാണ് മഞ്ജു കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും, അതായത് ഈ മെസ്സേജ് കണ്ടെത്തിയ കാര്യം കോടതിയിൽ പറഞ്ഞു മഞ്ജു വാര്യർ, പക്ഷേ അത്
പോലീസിന് അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകിയിട്ടില്ല മഞ്ജു വാര്യർ. നേരെ ഈ നടി ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ള കാര്യം കോടതിയിൽ പറഞ്ഞു. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ മൊഴിയായി അന്വേഷണ സംഘത്തിന് മുന്നിൽ മഞ്ജു വാര്യർ നൽകിയിട്ടില്ല. മഞ്ജു വാര്യരുടെ മൊഴി എന്ന് പറയുന്നത് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മൊഴിയായി നൽകിയാൽ മാത്രമേ അവർക്ക് അത് അന്വേഷിക്കാൻ പറ്റൂ. അവർ അന്വേഷിച്ച് വെച്ചതിൽ അവർ തെളിവുകളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിലെങ്കിലും ഈ കേസ് തന്നെ റിവോൾവ് ചെയ്യുന്നത് എവിടെയാണ്? മഞ്ജു വാര്യർ ദിലീപ് ബന്ധം എങ്ങനെ ബ്രേക്കായി? അത് ബ്രേക്കാക്കിയത് ഈ നടിയാണോ എന്നുള്ള സംശയത്തിൻ്റെ മുകളിൽ, നടിയോട് തോന്നിയ വൈരാഗ്യത്തിൻ്റെ മുകളിൽ ദിലീപ് കൊടുത്ത കൊട്ടേഷൻ. ഇതാണ് ഇതിൻ്റെ ക്രക്സ്, ഇതിൻ്റെ കോർ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അത് തന്നെ ഇതേപോലെ ഒരു എന്താ പറയുക, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വിട്ട ഒരു ഐറ്റം പോലെ തോന്നി. സോ ഇതെങ്ങനെ കോടതിയിൽ ദിലീപിന് പിന്നെ ഈസി ആയിട്ട് ഊരിപ്പോരാൻ പറ്റുന്ന രീതിയിലല്ലാതെ, അല്ലെങ്കിൽ ഈ വിധി പറഞ്ഞ കോടതിക്ക് തന്നെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വിധി പറഞ്ഞ കോടതിയോട് എനിക്കുള്ളൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പൾസർ സുനിക്കെങ്കിലും ഒരു ജീവപര്യന്തം കൊടുക്കായിരുന്നു എന്നാണ്. അല്ലാത്ത പക്ഷം ബാക്കി പ്രതികളുടെ കാര്യം, ഇപ്പം മാർട്ടിനടക്കം ബാക്കിയുള്ള പ്രതികളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അടക്കം മേ ബി അവരിനി അപ്പീലിന് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇനിയും ചിലപ്പോൾ എന്ത് ചെയ്യാം, ഊരിപ്പോരാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ടാവും. പൾസർ സുനിക്ക് ഓക്കെ, പക്ഷെ അതെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു എതിർപ്പ് മാത്രമാണ് എനിക്ക് കോടതിയോടുള്ളത്. അല്ലാത്ത പക്ഷം ദിലീപിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒന്നും തെളിയിക്കാൻ പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ മായാവി കഥ പറഞ്ഞ പോലെ ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ പലതും ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കിയിട്ട് പിന്നെ ഈ അഭിഭാഷക അടക്കം പലരും വന്ന് പറയുന്നുണ്ട്, പ്രോസിക്യൂട്ടർ അടക്കം പലരും പറയുന്നുണ്ട്, ഞങ്ങൾ കോടതിയിൽ മാനം കെട്ടു, ഞങ്ങൾക്കാകെ മാനക്കേടായി, കോടതി ഞങ്ങളെ അപമാനിക്കുന്നു. ഇത്രയും ഗ്രാവിറ്റിയുള്ളൊരു കേസ്, ഇത്രയും ഗ്രാവിറ്റിയുള്ളൊരു കേസിൽ ഒരു തുമ്പും ഒരു രീതിയിലുള്ള തെളിവും കൊണ്ടുപോയി വെക്കാതെ, വെച്ചതൊന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാതെ, ഒരു തരത്തിലും ഇത് കോടതിയിൽ അവർക്ക് പോസിറ്റീവ് ആവുന്ന രീതിയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കോടതിയിൽ നിൽക്കുമ്പോൾ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർക്ക് കളിയാക്കലായിട്ട് തോന്നും. അല്ല എന്ത് പറയാനാണ് ഇതിന്? എന്താണെങ്കിലും ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, പോലീസ് 2 തട്ടിലാണെന്നുള്ളത് എനിക്ക് എന്താണെങ്കിലും ഉറപ്പാണ്. പോലീസുകാരിൽ 2 തട്ടിൽ രണ്ട് രീതിക്കാണ് ഈ സാധനത്തിനോടുള്ള അപ്രോച്ച് പോയിട്ടുള്ളത്. ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചവരും ഉണ്ടാവും, ഇത് മര്യാദയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ശ്രമിച്ചവരും ഉണ്ടാവും. ഓക്കെ, ഇനി ഇത്രയും ഈ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്തതും ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിലും വെച്ച് ഞാനൊരു കാര്യം പറയാം. ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന എന്ന് തെളിയിക്കാൻ വളരെ ഈസി ആയിരിക്കും കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ സംഗതി, അതൊക്കെ ഇനി അന്വേഷണത്തിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ തെളിയിക്കാൻ അയാൾക്ക് ഈ വിധിപ്പകർപ്പും വെച്ച് ഈസി ആയിട്ട് നടക്കുന്ന കാര്യമുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അയാൾക്ക് കൊടുക്കാം, അങ്ങനെ പലർക്കും എതിരെ ഇയാൾക്ക് എന്ത് ചെയ്യാം, തിരിച്ച് കേസും കാര്യങ്ങളുമായിട്ട് ഫയൽ ചെയ്ത് അത് അന്വേഷിക്കാൻ കൊടുക്കാം. ഇനി ഇതിനകത്ത് നടിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തി ഇതൊരു കൊട്ടേഷനായിട്ട് ആണ് ഇപ്പോഴും അവർ സ്റ്റിൽ പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനാകെ ഒരു പോസിബിലിറ്റി ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ദ വൈറ്റൽ തിങ്, പേപ്പർ ഒപ്പിട്ട് കൊടുത്ത പരിപാടി. മനസ്സിലായോ? കുറേ ഡോക്യുമെൻറ്റ്സ് ഒപ്പിട്ട് മേടിച്ച പരിപാടി. ആ ഒരൊറ്റ ആംഗിളിൽ മാത്രമേ ദിലീപിലേക്ക് ഇതിനകത്ത് ബിനാമി ആംഗിളിൽ മാത്രമേ ഇതിലേക്ക് ഒരു ഗൂഢാലോചന ആസ്പെക്റ്റിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റുള്ളൂ കാര്യങ്ങൾ. വെരി അൺഫോർച്ചുനേറ്റ്ലി ആ സാധനങ്ങൾ ഒരു 2 ദിവസത്തിന് അപ്പുറത്തേക്ക് അതിന് ആയുസ് ഉണ്ടായിരുന്നില്ല ഈ കേസിൽ. മനസ്സിലായി? 2 ദിവസത്തെ ആയുസ് മാത്രമേ ഈ പറഞ്ഞ പേപ്പേഴ്സ് ഒപ്പിട്ട് വാങ്ങി എന്നുള്ള ആ ഒരു തിയറിക്ക് അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അതെന്തുകൊണ്ട്? അതിനെക്കുറിച്ച് ഈ വിഷ്വൽസ് എടുത്ത ഫോൺ വരെ കണ്ടുപിടിക്കാത്തവർ ഇനിയിപ്പോൾ ആ പേപ്പറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കൂ? ഇല്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇരയ്ക്ക് നീതി ഉറപ്പാക്കണം. ഓക്കെ, അവരെ ഈ സിറ്റുവേഷനിൽ കൊണ്ടുചെന്ന് എത്തിച്ച സിറ്റുവേഷൻ ഉണ്ടാക്കിയ ഗൂഢാലോചന ചെയ്ത ആളുകളെ പുറത്ത് തന്നെ കൊണ്ടുവരണം. പക്ഷെ ദിലീപിനെ കോടതി ഫ്രീ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ ബാക്ക്ഗ്രൗണ്ട് കോടതിക്ക് പറയാനുണ്ട്. വായിക്കുന്ന ഓരോ സാധാരണക്കാരനും ആ പോയിന്റുകൾ എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ അത്രയും മോശമായ രീതിയിലാണ് പ്രോസിക്യൂഷനും പോലീസും ഈ കേസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്.